സമകാലിക വാർത്തകളുമായിട്ടും പരമ്പരകളുമായിട്ടും വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇന്നുണ്ട് രണ്ട് പ്രധാന വാർത്തകൾ. രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ശബരിമലയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്, വലിയ പ്രതിസന്ധിയാണ്. 1999 മുതൽ 2025 വരെ എടുക്കുമ്പോൾ 26 വർഷക്കാലം കൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണവും സ്വത്തും അടിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു ഗൂഢസംഘം ശബരിമലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ വന്നത്. അതിൽ കേരളീയരുണ്ട്, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, തമിഴ്നാടുകാരുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ദൈവത്തിനോട് അടുത്ത് നിൽക്കേണ്ടവർ, ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടവർ, ദൈവത്തിന് പൂജ ചെയ്യേണ്ടവർ, ദൈവത്തിനോടൊപ്പം നിൽക്കേണ്ട ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ഇതിനകത്ത് വരുന്നു. അത് വളരെ കൃത്യമായി പരിശോധിക്കപ്പെടണമെന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല അവർ പറഞ്ഞു. വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഇത് CBI അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. നമ്മൾ ഈ ചാനൽ വഴി തന്നെ പറഞ്ഞു, ഇത് NIA-യോ CBI-യോ അല്ലെങ്കിൽ നാഷണൽ ഏജൻസികളോ ദേശീയ ഇൻകം ടാക്സിൻ്റെ ടീമുകളോ ഒക്കെ വന്ന് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അത്ര കഠിനമായ രീതിയിലാണ് ശബരിമല അയ്യപ്പൻ്റെ 4 കിലോ സ്വർണം കിട്ടിയെന്ന് പറയുന്നു ഒരു കണക്കിൽ. മറ്റൊരു കണക്കിൽ പറയുന്നു അത് 39 പവൻ സ്വർണം മാത്രമേ കിട്ടുള്ളൂ, ബാക്കി ചെമ്പാണെന്ന് പറയുന്നു. ഇനി ചെമ്പാണോ സ്വർണ്ണമാണോ എന്നറിയില്ല. മാത്രമല്ല, അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയി ചെയ്യാൻ പാടില്ല പ്രമേസസിന്. അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയെന്ന് മാത്രമല്ല, ചെന്നൈയിൽ കൊണ്ടുപോയി 1 മാസം കഴിഞ്ഞാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോയ വസ്തു ചെന്നൈയിൽ എത്തുന്നത് 1 മാസം കഴിഞ്ഞാണ്, അത് തിരിച്ചെത്തുന്നത് മാസങ്ങൾ കഴിഞ്ഞാണ്. ഇത് ആകെ ഒരു കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷനിൽ ഏതെല്ലാം മന്ത്രിമാരുണ്ടായിരുന്നു, ആ കാലഘട്ടത്തിലുള്ള മന്ത്രിമാർ, ദേവസ്വം പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ, കമ്മീഷണർമാർ, വിജിലൻസ് ഓഫീസർമാർ, സകല പേരും മറുപടി പറയേണ്ടുന്ന ഒന്നാണ്. അയ്യപ്പൻ്റെ കേസായതുകൊണ്ട് ഇതെല്ലാവരെ കൊണ്ടും മറുപടി പറയിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതുപോലെ സമാന്തരമായി ഇതല്ല ഈ വിഷയമല്ലെങ്കിലും തമിഴ്നാട്ടിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിജയിയുടെ ഭാവി എന്താകും? വിജയ് മുഖ്യമന്ത്രിയാകുമോ? എന്താ സംഭവിക്കുക? വിജയിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് വിജയ് മാറിയിട്ടുണ്ട്. അവിടെ 40 പേർ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാദേശിക നേതാവ് മരിക്കുകയും ചെയ്ത് 41 പേർ മരിച്ചു. സെന്തിൽ ബാലാജി എന്ന് പറയുന്ന DMKയുടെ MLA-യുടെ പ്രേരണ കൊണ്ടാണ് പോലീസും കളക്ടറും ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ആവശ്യമായ സുരക്ഷിതത്വം ഏർപ്പെടുത്താത്തതെന്നും 20,000-ൽ കൂടുതൽ ആളുകൾ വരുമെന്ന് പറഞ്ഞ് വലിയ മൈതാനം ചോദിച്ചപ്പോൾ അത് അനുവദിക്കാതെ ചെറിയ സ്ഥലം അനുവദിച്ചതെന്നും അവിടെ പോലീസുകാരെ 4-5 പോലീസുകാരെ ഒഴിച്ച് വലിയ പോലീസ് സുരക്ഷ ഇടാത്തതെന്നും ഇത്രയും ആളുകളെ ഒന്നിച്ച് കൂടി നിൽക്കാൻ സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കമാണ് വിജയിയുടെ കൂട്ടുകാർ പറയുന്നത്. മാത്രമല്ല, വിജയിൻ്റെ കൂടെയുള്ളവരെ 3-4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പ്രാദേശിക നേതാവിനെയും ജില്ലാ നേതാവിനെയും സംസ്ഥാന നേതാവിനെയൊക്കെ. പക്ഷേ അമിത്ഷാ വിജയിയെ വിളിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ വിജയ് ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പോൾ അത്രയും വൈകാരികമായ ഒരു വിഷമം വിജയ്ക്കുണ്ട്. രണ്ടാമത്, വിജയ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ തമാശ. വിജയ് കട്ടില്ല, മോഷ്ടിച്ചില്ല, സ്കാം നടത്തിയില്ല, അഴിമതി ഒന്നും. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു, ആ പാർട്ടിയിൽ അദ്ദേഹത്തെ ആളെ കൂട്ടാൻ ശ്രമിച്ചു. ഇത് മാത്രമല്ലേ വിജയ് ചെയ്തിട്ടുള്ളൂ. അത് തെറ്റാണോ? ഈ രാജ്യത്ത് തെറ്റല്ല ജനാധിപത്യത്തിൽ. പക്ഷേ തമിഴ്നാടുകാർ വിട്ടില്ല. സ്റ്റാലിനോട് വിജയ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ നിങ്ങൾ പ്രതികാരം ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം, നിങ്ങളെ പ്രവർത്തകരെ കൊണ്ടുവന്ന് ഞങ്ങളെ പ്രവർത്തകരെ തല്ലാം, സംഘർഷം നടക്കും, എല്ലാം നടക്കും, പിടിച്ച് ജയിലിലിടാം, വിജയിയെ വേണമെങ്കിൽ പിടിച്ച് ജയിലിലിടാം. പക്ഷേ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്നൊരിക്കലും വിജയ് വിചാരിച്ചില്ല. ഇത് ചതിയാണ്, വഞ്ചനയാണെന്ന് വിജയ് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് പറയുന്ന വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് ആണോ ഇനി അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വിജയിയുടെ നല്ല കാലമായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. തമിഴ് രാഷ്ട്രീയം എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു.